സമയം 10:10 യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും. വലിയ സൂപ്പർ മാർക്കറ്റാണ്, ക്യാമറ അലൗഡ് അല്ല. എനിക്ക് തോന്നണത് 11 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ക്ലോസ് ആവുമെന്ന് തോന്നണത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ചെയറൊക്കെ എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞ്. നിങ്ങൾ ഇനി വിയറ്റ്നാം വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റം ഉണ്ടോ. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഫുക്കോക്ക്. ട്രെൻഡിങ് ആയി വരുന്ന ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ ഫുക്കോക്കിൻ്റെ പുതിയ കാഴ്ചകൾ, അനുഭവങ്ങളിലേക്കൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വിയറ്റ്നാമിൽ തന്നെ ജനവാസമുള്ള ഏറ്റവും വലിയ ഐലൻഡാണ് ഫുക്കോക്ക്. അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടി ക്ലൈമറ്റ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയേ ഉള്ളൂ എയർപോർട്ട്. പക്ഷേ ഈ എയർപോർട്ട് ഇവിടെ ഇനഫാണ്. കാരണം നമ്മുടെ നാട്ടിൽ പല ദ്വീപുകളുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ കുറവാണെന്നുള്ളതാണ്. കയറി നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. റിസപ്ഷനിലെ ഡീറ്റെയിൽസ് കൊടുത്ത് ലിഫ്റ്റിൽ കയറിയിട്ട് റൂമിലേക്ക് പോകുന്നു. പതിവ് പോലെ തന്നെ ലിഫ്റ്റിൽ ഇതേ കാണാൻ പറ്റും. ദുര്യനും മാംഗോസ്റ്റിനും അലൗഡ് അല്ല. എന്തുകൊണ്ട് അറിയോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂമിൽ ചെന്നിട്ട് പറയാം. 703 നമ്മുടെ റൂം ഇവിടുത്തെ. അപ്പോൾ അതേ നമ്മളുടെ റൂമിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. റൂമിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. യെസ്, കണ്ടില്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. ഇരുട്ടതിൻ്റെ പേരിൽ ഇതാ ഇവിടെ നോക്കുമ്പോൾ കടൽ കാഴ്ചകളാണ്. ഇരുട്ടതിൻ്റെ പേരിൽ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതാ കടൽ കാണുന്നില്ലേ? നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഫുക്കോക്ക് സിറ്റിയുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ അത്യാവശ്യം സംഭവങ്ങളൊക്കെ, മിനി ബാർ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 7-അപ്പും ബിയറും വെള്ളവും ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈസൊക്കെ ഉണ്ട്. താഴെ കോഫി പൗഡർ, ഇതൊക്കെ താഴത്തെ സെക്ഷന്. ഈ 2 ബോട്ടിൽ വെള്ളവും കോഫി പൗഡറും ഈ ഗ്രീൻ ടീ ഒക്കെ ഫ്രീ ആണ്, പഞ്ചസാരയൊക്കെ ഫ്രീ ആണ്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചാർജബിൾ ആണ്. അതിൻ്റെ ബില്ല് ഇവിടെ സൈഡിൽ റേറ്റ് ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. റൂമിൽ ചെന്നിട്ട് ഒരു കോഫി ഒക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം പതുക്കെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഒരുപാട് സമയം എന്നെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. കുളിച്ചിട്ടൊക്കെ ഇറങ്ങാന്ന് വെച്ചാൽ ഒരു പക്ഷേ കടകളൊക്കെ അടച്ച് പോയതാന്ന് കരുതിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. വലിയ ടൂർ കമ്പനികളുടെ ബസ്സുകളൊക്കെ പോകുന്നത് നമുക്കിവിടെ കാണാനുണ്ട്. പ്രധാനമായിട്ടും എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നത് നമ്മുടെ പതിവ് പോലെ തന്നെ മസാജ് സെൻ്ററുകളാണ് പ്രധാനമായിട്ടും. പിന്നെ വ്യത്യസ്തങ്ങളായിട്ട് ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലം. മസാജ് സെൻ്ററുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ അധികം കാണുന്നത് നെയിൽ ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ വിയറ്റ്നാമിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും തായ്ലൻഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ATM സെൻ്ററുകൾ എല്ലാവിടെ ഉണ്ട്. പല പല ബാങ്കുകളുടെ ATM, അതുപോലെ മണി എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം വൈകിട്ട് 9:15 കേട്ടോ. ആ സമയത്തെ കാഴ്ചകളാണ്. നല്ല വൈബുള്ള സ്ഥലം, വഴി നീളെ മസാജ് സെൻ്ററുകൾ, ഭക്ഷണം. വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞാൽ ഇത്തരം കാഴ്ചകൾക്കും അനുഭവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഓരോരുത്തരും വരാറ്. നമ്മളിപ്പോൾ നിലവിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുക്കോക്ക് ഐലൻഡിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതുപോലെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഗ്രാബ് സർവീസ് അവൈലബിൾ ആണ്. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് ബാക്കി നമുക്ക് യാത്ര തുടരാം. സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വന്നപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഇവിടെ പുറത്ത് ലോക്കറിൽ വെച്ച് പൂട്ടണം. അപ്പോൾ അത് പ്രകാരം നമ്മുടെ പവർ ബാഗ് കിട്ടാനുള്ള ബാഗൊക്കെ ഇവിടെ വെച്ച് പൂട്ടി ഫേസൊക്കെ സ്കാൻ ചെയ്തിട്ട്. വലിയ സൂപ്പർ മാർക്കറ്റാണ്, ക്യാമറ അലൗഡ് അല്ല. അതിൻ്റെ പേരിൽ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, ഒന്നുമല്ല ബ്രഷ്, അതുപോലെ ഷേവിങ് സെറ്റ്, ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ വീക്കിലിപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച്, പിന്നെ കുറച്ച് ലോക്കൽ സംഭവങ്ങളൊക്കെ അതൊക്കെ വഴിയെ കാണിക്കാം. ചിലതൊക്കെ പുതുമകളുള്ള കാഴ്ചകളാണ്. ഈ ഒരു ഐലൻഡിൽ അത്ര വലിയൊരു സൂപ്പർ മാർക്കറ്റ് പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് ഐറ്റംസ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ലുലു ഹൈപ്പറിൽ കയറിയ പ്രതീതി കണ്ടില്ല. വഴി നീളം മസാജ് സെൻ്ററുകൾ, കരോക്കെ സെൻ്ററുകൾ, അതായത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. ടയർഡാണ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി വഴിയെ പറയാം. നല്ല സ്ഥലത്ത് ആദ്യം കയറിയിട്ട് ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം 10:10 10:10 ഒരുമാതിരിയൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നണത് 11 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ക്ലോസ് ആവുമെന്ന് തോന്നണം. എന്നിട്ട് നല്ല നൈറ്റ് ലൈഫ് ഏരിയകളൊക്കെ കാണും. അപ്പോൾ ഈ ബാർബിക്യൂലൊക്കെ വന്നപ്പോൾ അതൊക്കെ ചെയറൊക്കെ എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞ് ഇനി മുന്നോട്ട് നടന്ന് നമുക്ക് നോക്കാം എന്താണ് നമുക്കിന്ന്
വ്യത്യസ്തമായിട്ട് കഴിക്കാൻ കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ തനത് വിയറ്റ്നാമി വിഭവങ്ങളാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. വിയറ്റ്നാമിലെ സൂപ്പ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. വേൾഡ് ഫേമസ് ആണ് വിയറ്റ്നാമി സൂപ്പ്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നവരും കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സൂപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബീഫിൻ്റെ ചിക്കൻ്റെ ആണത്. അതിൻ്റെ എല്ലും മാംസം എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര സ്റ്റീമിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ സൂപ്പാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടെ നൂഡിൽസും മറ്റു കുറച്ച് ലീഫുകളൊക്കെ ഇട്ടിട്ട് തരും. അത് വിയറ്റ്നാമിൻ്റെ ഓരോ സ്ഥലത്തും ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്ന ഫുക്കോക്കിൽ നിന്ന് കഴിക്കുന്ന സൂപ്പിൻ്റെ രുചിയായിരിക്കുമല്ല നമ്മൾ ഹനോയിൽ എത്തുമ്പോൾ. ഹനോയിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോച്ചിമിൻ സിറ്റി ദനാങ്ങൊക്കെ എത്തുന്ന സമയത്ത് ഓരോ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ബിരിയാണി തന്നെ കോഴിക്കോടൻ ബിരിയാണി, ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ബിരിയാണിയുടെ സ്റ്റൈൽ മാറും. മാഞ്ഞാല് ബിരിയാണി, ആ ബിരിയാണി, ഈ ബിരിയാണി എന്നൊക്കെ പറയണ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിത് വായിക്കുമ്പോഴുണ്ടല്ലോ, ഇത് വായിക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ എന്താ ചെറിയ ഇതുണ്ട്. ഞാനത് ചില വീഡിയോയിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബീഫിൻ്റെ ചിക്കൻ്റെ ആണിത്. ബീഫാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത്. ബീഫാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാലും അത് വിയറ്റ്നാമി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറേ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ടൊമാറ്റോയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ബീഫും കുറേ വെജിറ്റബിൾ അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഒരു രക്ഷയില്ല. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ പേരിന് കുറച്ച് ചെമ്മീൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സ്ക്വിഡും പ്രോൺസും എല്ലാമായിട്ട് നല്ല ഇതാണ്. പിന്നെ വിയറ്റ്നാമി ഫുഡിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി അടി പിടിച്ച പോലെ ഇരിക്കും. കുറച്ച് അത്രയും ഫ്രൈഡ് ആക്കിയിട്ടായിരിക്കും തരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ രുചി പറയാം. ഇപ്പോൾ ആദ്യം തന്നെ ഫ്രൈഡ് റൈസിൻ്റെ രുചി പറയാം. ഫ്രൈഡ് റൈസിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അടി പിടിച്ച ഒരു ചൊകയും കൂടി ഫീൽ ചെയ്യും. ഒന്ന് ചെറുതായിട്ട് അടി പിടിക്കില്ല, അതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ അത് വേറെ സ്റ്റൈലാണ് കേട്ടോ. ചെമ്മീനൊക്കെ തലയുണ്ടാവില്ല, ഇങ്ങനെ വാൽവശത്ത് നിന്ന് നമ്മൾ തന്നെ ഞെക്കി കഴിക്കണ ടേസ്റ്റിയാണ്. ഈ വിയറ്റ്നാമി ഫ്രൈഡ് റൈസും റെക്കമെൻഡബിൾ ആണ്. ഒരു പ്രശ്നമുണ്ട്. എന്താണ് നല്ല ലാലേട്ടൻ പറഞ്ഞ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഡയലോഗല്ല. ഇവർ ഫിഷ് ഓയിൽ ഒഴിക്കും. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ എന്നൊക്കെ സ്ഥലത്തും മീനിൻ്റെ എണ്ണ ഫിഷ് ഓയിൽ ഒഴിച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും. യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സെറ്റായിക്കോളും. അതുപോലെ തന്നെ സൂപ്പ് നിങ്ങൾ ഇനി വിയറ്റ്നാം വരുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റം ഉണ്ടോ. ഓക്കെ, ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ തന്നെ ബീഫ് വിയറ്റ്നാം കുക്കിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉള്ളി ചുട്ടിട്ടൊന്നും ഉണ്ടാക്കില്ല. ഉള്ളിയും ഇഞ്ചിയൊക്കെ ചുട്ടിട്ടൊക്കെ ചില വിഭവങ്ങളിലൊക്കെ ആഡ് ചെയ്യും. ബീഫാണ്. ഇതൊപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടേ നാരങ്ങ, പച്ചമുളക്, ഇതേ കുറച്ച് തുളസി ഇല, പിരിപ്പുറത്ത് ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, പിന്നെ ഇവരുടെ മുളകിട്ടുള്ള മുളക് ചമ്മന്തി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് ഭംഗിയായിട്ടാണ് കഴിക്കാം. അങ്ങനെയൊന്നും പറയാനില്ല. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഭയങ്കര ടയേർഡാണ് യാത്ര ചെയ്തിട്ടേ. അപ്പോൾ നല്ല അടിപൊളി ഇടിവിട്ട് കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വിയറ്റ്നാമിലെ ഫുക്കോക്കിൽ നിന്നും ബൈ. വിയറ്റ്നാമിൽ നിന്ന് ബൈ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണ്ടേ. ഇതിനകത്ത് നമ്പർ 1 ഞാൻ ചോയ്സ് കൊടുക്കുന്നത് സൂപ്പ്. അതിന് ശേഷമാണ് ഫ്രൈഡ് റൈസും മറ്റ് ബീഫിലേക്കും പോണത്. അതാണ്. അപ്പോൾ അടിപൊളി ഇടിവിട്ട് കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഫുക്കോക്കിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അറിവുകൾ വരും അടുത്ത എപ്പിസോഡിലുണ്ടാവും. പകൽ കാഴ്ചകളെല്ലാമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ.